ഈശോമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ വികാരിച്ച വൈദികരെ, മടിയകുളം ഇടവക സമൂഹമേ, ഇത് ആദ്യമായി ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങി ഈ ആലയത്തിലായിരിക്കുന്ന കുഞ്ഞുമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഈ വാക്യം നമ്മോട് വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ അവനെ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ അവനെ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, നിത്യജീവൻ സ്വന്തമാക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായ ദൈവം ഈ ലോകത്തിൽ നിന്ന് 33 വർഷങ്ങൾ നമ്മെ പോലെ ജീവിച്ച് നമ്മുടെ പാപങ്ങൾക്കായി മരിച്ച് നമ്മോടുകൂടെ ആയിരിക്കുവാൻ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ അവൻ രൂപമാറ്റം വരുത്തി നമ്മോടുകൂടെ ഇന്നും ജീവിക്കുന്നു. നാം എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് വിശുദ്ധ കുർബാന. ഇന്ന് ആ വിശുദ്ധ കുർബാനയുടെ ഓർമ്മ ഒത്തിരി സ്നേഹത്തോടെ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ കുഞ്ഞുമക്കൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മനോഹരമായ ഒരു സുദിനത്തിലാണ് ഈ കുഞ്ഞുമക്കൾ ഇന്ന് ആയിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം. കാരണം തങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന, തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, തങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ കൂട്ടായിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവർ പലപ്പോഴും സ്വന്തം കണ്ടിരിക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ മറ്റുള്ളവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കും ഈശോയെ സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് ഈ കുഞ്ഞുമക്കൾ സ്വപ്നം കണ്ടിരിക്കാം. ഇന്ന് ഈ കുഞ്ഞുമക്കളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. ഈശോയെ അവർ ഏറ്റവും സ്നേഹിക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോ ഇന്ന് അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ്, കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മണിയകുളം ഇടവകച്ചനെ ഈ കുഞ്ഞുമക്കളോടൊപ്പം നമുക്ക് സന്തോഷിക്കാം. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്കും ആ പൊതു തമ്പുരാൻ കടന്നു വന്നിട്ടുണ്ട്. അതിനാൽ അത്യന്താപേക്ഷിതമായി ഈ കുർബാന, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ഒരു ഓർമ്മയാണ്, സ്നേഹത്തിന്റെ ഒരു പങ്കുവയ്ക്കലാണ്. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നാം ആഘോഷിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിയകുളം ഇടവകയിൽ നിന്നും ഞാൻ ആദിലാബാദ് രൂപതയിലേക്ക് ഞാൻ എത്തി. സെമിനാരി പഠനത്തിനായി 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദിലാബാദ് രൂപതയിലേക്ക് തിരിച്ചു. ഞാൻ ആദിലാബാദ് രൂപതയിലേക്ക് പോകുന്ന ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവം, ചെറിയ കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു വെല്ലുവിളിയുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ദൂരത്തേക്ക് ട്രെയിനിൽ കയറി പോവുകയാണെന്ന് വെല്ലുവിളിച്ച് അറിഞ്ഞപ്പോൾ വെല്ലുവിളിച്ച് എന്നും പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ ഒരു രൂപം എന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, നീ അവിടെ ചെന്ന് അവിടെ ജീവിക്കുമ്പോൾ
എന്തെങ്കിലും വിഷമമുണ്ടായാൽ, എന്തെങ്കിലും ദുഃഖം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ രൂപത്തെ നീ ഓർക്കണം. ഈ രൂപം തന്ന എന്നെ നീ ഓർക്കണം. കാരണം നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു രൂപം, മാതാവിന്റെ രൂപം എന്നും നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്റെ സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ തരുന്നതെന്ന് എന്റെ വെല്ലുവിളിച്ചു പറഞ്ഞു. ഞാൻ അലഹാബാദ് രൂപതയിൽ 14 വർഷമായി. ഇന്നും ആ രൂപം എന്റെ കയ്യിലുണ്ട്. വെല്ലുവിളിയുടെ ഓർമ്മയ്ക്കായി ഞാൻ അത് ഇന്നും സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഗോതമ്പ് അപ്പവും വീഞ്ഞും കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരവും രക്തവുമാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് വേർപെടുവാൻ പോവുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ എന്റെ ഓർമ്മയ്ക്കായി ഒരു കാര്യം ചെയ്തിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓരോ വിശുദ്ധ കുർബാനയിലും നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ശക്തിപ്പെടുത്തുന്നു. കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനുണ്ട്, നമ്മോട് കൂടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ ഓർമ്മയാചരണമാണ് ഓരോ വിശുദ്ധ കുർബാനയും. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. കാരണം നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾ ലോകത്തിൽ ആരുമില്ല. നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും വേറെ ആരും ഉണ്ടാകുവാൻ പാടില്ല. അത് കാരണം ഇന്ന് നാം ധ്യാനിക്കേണ്ട ആദ്യത്തെ സന്ദേശം ഇതാണ്: വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ഓർമ്മയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിലും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലും നാം അണയേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, ഇവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞിന് പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്: അവർക്ക് വീഞ്ഞില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ മാതാവിനോട് തിരിച്ചു പറയുന്ന കാര്യം: സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവർക്ക് വീഞ്ഞില്ല, അവരെ നീ സഹായിക്കണമെന്ന് മാതാവ് യേശുവിനോട് ആവശ്യപ്പെടുമ്പോൾ യേശു പറയുന്നു: എന്റെ സമയം ഇനിയും ആയിട്ടില്ല. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു വലിയ അത്ഭുതം നടന്നു. വെള്ളം വീഞ്ഞായി മാറിയ വലിയ ഒരു അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ നടന്നു. പക്ഷേ ഈശോ പറയുന്നു: ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാനല്ല, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് തമ്പുരാൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നു: ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു: പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന ഈശോ തമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു: ഇതാ സമയം. ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈശോ പ്രാർത്ഥിക്കുന്നു: പിതാവേ, സമയമായിരിക്കുന്നു. അത് കഴിഞ്ഞ് കൽവരിയിൽ നമുക്കായി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവൻ തന്റെ സ്വജീവൻ ബലിയായി അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ കുർബാന നമ്മൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ ഒരു വാക്യം നമ്മെ ശക്തിപ്പെടുത്തണം. ഈശോ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു: ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന അതുപോലെയുള്ള ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ചെയ്യുവാനല്ല, ഞാൻ വന്നിരിക്കുന്നത് വലിയ ശ്രേഷ്ഠമായ ഒരു അത്ഭുതം ചെയ്യാനാണ്. എന്താണ് ആ അത്ഭുതം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറയുന്നു: എന്റെ സമയം ആയിരിക്കുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി വന്നോ ആ സമയം ഇതാ.
അത് കഴിഞ്ഞ് അവൻ കൽവരിയിൽ തന്റെ ജീവൻ ബലിയായി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കാനായിലെ കല്യാണത്തിൽ ഒരു അത്ഭുതം നടന്നു. എന്താണ് അത്ഭുതം? വെള്ളം വീഞ്ഞായി മാറി. കൽവരിയിലും ഒരു അത്ഭുതം നടക്കുന്നു. അവിടെ വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറുന്ന വലിയ ഒരു അത്ഭുതം നടന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും അഭിഷിക്തനായ വൈദികൻ നാം എല്ലാവരും ഒരുമിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ഗോതമ്പിന്റെ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ പലപ്പോഴും ഈ ഒരു അത്ഭുതത്തെ നാം മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാനായിലെ കല്യാണങ്ങളിൽ നടന്നിരിക്കുന്ന ചെറിയ ചെറിയ അത്ഭുതങ്ങളുടെ പുറകെ പായുന്നവരാണ് നമ്മൾ. ഇന്ന് വിശുദ്ധ കുർബാനയെ നാം കൊണ്ട് ആഘോഷിക്കുമ്പോൾ പുണ്യതനാൻ നമ്മോട് പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയാണ്. ഈ അത്ഭുതത്തിന്റെ പിന്നാലെ നാം ചെല്ലണം. ഈ അത്ഭുതത്തെ നാം സ്നേഹിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് നാം കാണണം. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു അത്യാവശ്യം ഇതാണ്. വിശുദ്ധ കുർബാനയിലെ അത്ഭുതത്തെ നാം കണ്ടറിയണം. ഒരു പക്ഷേ ഇത് നാം മറന്നു പോകുന്നുണ്ടായിരിക്കും. വിളക്കുണ്ടോർ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂരിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വന്നു. ഒരു പക്ഷേ വിശുദ്ധ കുർബാനയിലെ ഈ അത്ഭുതം, ഈ ഈശോയെ നാം മറന്നു പോകുന്നുണ്ടായിരിക്കും. വെളുത്തൂരിൽ അതുപോലത്തെ ഒരു അത്ഭുതം നടന്നത് നമുക്കറിയാം. ലോകത്തിൽ ഒരിടത്തും ഇതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കണ്ണൂരിൽ, വിളക്കുന്നൂരിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. ഒത്തിരി ദിക്കക്കാരുടെ അത്ഭുതങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഈശോയുടെ ശരീരം, ഗോതമ്പിന്റെ അപ്പം ഈശോയുടെ ശരീരമായി മാറി. പക്ഷേ ആദ്യമായിട്ടാണ്, ലോകത്തിൽ ആദ്യമായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വരുന്നത്. ഇതെല്ലാം നമ്മെ വിളിച്ചപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയിലെ അത്ഭുതത്തെ നാം മറന്നു പോകരുതെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം വിശുദ്ധ കുർബാന സ്വീകരിച്ച ആ സുദിനം നമുക്ക് ഓർക്കാം. ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നാം പ്രാർത്ഥിക്കാം. ഇവരും വിശുദ്ധ കുർബാനയിലെ ഈ അത്ഭുതത്തെ മറന്നു പോകാണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെ മനോഹരമായി ഒരുക്കിയ സിസ്റ്റേഴ്സിനെയും നമ്മുടെ ഇടവക വികാരിയച്ഛനെയും ഇവരുടെ മാതാപിതാക്കളെയും നമുക്കിന്ന് നന്ദിയോടെ ഓർക്കാം. വിശുദ്ധ കുർബാനയിൽ മഹാ അത്ഭുതത്തെ വളരെ തീവ്രതയോടെ ശ്രേഷ്ഠമായി വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും